ഹായ് ഹലോ ഗുഡ് ഈവനിങ് കൂട്ടുകാരെ, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്ന് പറയാൻ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കുഴിനഖമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ടിപ്സാണ്. പെട്ടെന്ന്, അതായത് ഒരു കുഞ്ഞു ടിപ്സാണ് പറയാൻ വന്നത്. അതായത് കുഴിനഖമുള്ളവർക്ക് പെട്ടെന്ന് ഒരാഴ്ച വയ്ക്കുമ്പോൾ തന്നെ നല്ല മാറ്റം വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്സാണ് പറയാൻ വന്നത്. അതുപോലെ തലമുടിയിൽ താരൻ മാറാൻ വേണ്ടി പെട്ടെന്നുള്ളൊരു 2 ഇൻഗ്രീഡിയൻസ് കൊണ്ടുള്ള ഒരു ടിപ്സും, കുഴിനഖത്തിന് ഒരൊറ്റ ഇൻഗ്രീഡിയൻസ് കൊണ്ടുള്ള ടിപ്സും പറയാനാണ് വന്നത്. അതായത് കുഴിനഖമുള്ള ആൾക്കാർ കീഴാർനെല്ലി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഞാൻ ഇതിനു മുന്നേ വേറെ വീഡിയോയിൽ വേറെ ടിപ്സുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും കുഴിനഖമുള്ള ആൾക്കാർക്ക് കീഴാർനെല്ലി എന്ന് പറയുന്ന ഒരു മഞ്ഞ പിത്തത്തിനെല്ലാം നമ്മളത് അരച്ച് ഇലക്കി കുടിക്കാറുണ്ട് രാവിലെ വെറും വയറ്റിൽ. അപ്പോൾ ഈ കീഴാർനെല്ലി അരച്ചെടുത്തതിന് ശേഷം, ഇത് കിഴുക്കാനെല്ലി എന്നൊക്കെ ചില സ്ഥലങ്ങളിൽ പറയാറുണ്ട്, ചിലയിടത്ത് കീഴാർനെല്ലി എന്ന് പറയും. അത് കാലിൽ വെച്ച് കെട്ടുകയാണെങ്കിൽ കുഴിനഖത്തിനൊരു ശാശ്വതമായ പരിഹാരമാണ്. അപ്പോൾ നിങ്ങൾ അത് ചെയ്തു നോക്കുക. ഇനി വേറൊന്നെന്ന് പറഞ്ഞാൽ, തലയിലുള്ള താരന് വേണ്ടിയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്സാണ്. അതായത് ചീവയ്ക്കപ്പൊടി എന്ന് പറയുന്ന, ചീവയ്ക്കെന്ന് പറഞ്ഞാൽ കൂർക്ക എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മളത് തോരൻ വെച്ച് കഴിക്കും, മെഴുക്ക് പുരട്ടി കഴിക്കും, തീയലുണ്ടാക്കി കഴിക്കും, ഇറച്ചി വയ്ക്കും പോലെ ഉണ്ടാക്കും. ഇങ്ങനെ കുറേ കറികളുണ്ടാക്കി കഴിക്കാറുള്ളത്. നല്ല ടേസ്റ്റുള്ള ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല. അതാണ് ചീവക്കിഴങ്ങെന്ന് പറയുന്നത്. അതിൻ്റെ പൊടി വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിച്ചതിന് ശേഷം കഞ്ഞിവെള്ളത്തിൽ കലക്കി തല കഴുകുകയാണെങ്കിൽ തലയിലുള്ള, അതായത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം അത് രാവിലെ തലമുടി കുളിക്കുന്ന സമയത്ത് കഴുകിയ ശേഷം ഏതെങ്കിലും കുറഞ്ഞ ഷാമ്പുവോ അല്ലെങ്കിൽ വീര്യം കുറഞ്ഞ ഷാമ്പു എന്ന് പറയുമ്പോൾ പൈസ കുറഞ്ഞ ഷാമ്പു അല്ല ഉദ്ദേശിച്ചത്, വീര്യം കുറഞ്ഞ ഷാമ്പു ഉപയോഗിച്ച് കഴുകിക്കളയുക, അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് അതൊരു ടിപ്സ് പറയാനാണ് വന്നത്. അപ്പോൾ ഇനി 1-2 കുടുംബ വിജ്ഞാനമായിട്ടുള്ള ടിപ്സുകളാണ് പറയാൻ പോകുന്നത്. അതായത് നമ്മുടെ വസ്ത്രത്തിൽ കറ കളയാൻ വേണ്ടിയിട്ട്, നമ്മളിപ്പോൾ ഇരുമ്പ് കറ, അതുപോലെ തന്നെ വാഴക്കറ, ഇങ്ങനെയൊക്കെയുള്ള കറകൾ കളയാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് കറ പറ്റിയ തുണികൾ പെട്ടെന്ന് ആ കറ മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യാമെന്നുള്ളതാണ്. അതായത് നമ്മുടെ ഇപ്പോൾ ഇരുമ്പ് കറ പറ്റിയ ഒരു ഡ്രസ്സാണെങ്കിൽ അതിൽ പെട്ടെന്ന് തന്നെ, അതായത് കുളിച്ച കാടിവെള്ളത്തിൽ, മോരിൽ, അല്ലെങ്കിൽ ഇത് രണ്ടിലേതെങ്കിലും ഒന്നിൽ ഒരു അരമണിക്കൂർ നനച്ച് വെച്ചതിന് ശേഷം കഴുകുക, കറ പോകും. പിന്നെ അതുപോലെ തന്നെ കറയുള്ള ഭാഗത്ത് അല്പം ഉപ്പ് തേക്കുക, പിന്നീട് അല്പം നാരങ്ങ നീര് ഒഴിക്കുക, എന്നിട്ട് നന്നായി തിരുമ്മി കഴുകും. ഈ 2 ടിപ്സ്. ഇനിയെന്ന് പറഞ്ഞാൽ, മഷിക്കറ വീണ് കഴിഞ്ഞാൽ വസ്ത്രങ്ങൾ എന്ത് ചെയ്യുമെന്നുള്ളതാണ്. അതായത് നമുക്ക് ഒരു തക്കാളി മുറിച്ചതിന് ശേഷം അത് ഈ മഷിക്കറ വീണ ഭാഗത്ത് ഉരച്ച് കഴുകിക്കഴിഞ്ഞാൽ ആ മഷിക്കറ പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് ടിപ്സ്. നിങ്ങൾ ഇത് ചെയ്തു നോക്കുക. ഈ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. നാളെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.